Hi, welcome back. Today I want to discuss about measures of central tendency and measures of dispersion, which is coming under the module first of Kerala PSC Assistant Professor in Commerce under the subject Research Methodology and Quantitative Techniques. ഈ പേര് നിങ്ങൾ കേൾക്കുമ്പോൾ ദാറ്റ് ഈസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന പേര് നിങ്ങൾ കേൾക്കുമ്പം ഇതൊക്കെ എന്തിനാണ് ഇതിൻ്റെയൊക്കെ ക്ലാസ്സിൻ്റെ ആവശ്യം? ഇത് വെരി സിമ്പിൾ അല്ലേ, ഇത് ഡിഗ്രി ലെവൽ ഓൺവേർഡ്സ് നമ്മൾ പഠിക്കുന്നതല്ലേ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായേക്കാം. എനിക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു ഇത് ക്ലാസ് എടുക്കുന്നതിന് മുമ്പിലെ തന്നെ. ബട്ട് അതിനൊരു ഉത്തരം എനിക്ക് കിട്ടിയത് ഇങ്ങനെയുള്ള സിമ്പിൾ ഏരിയയിൽ നിന്നും, അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഫെമിലിയറായ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ കീയിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടായിരിക്കും അതുണ്ടാവുക. അതായത് അതിനൊരു ബൗണ്ടറി ഇല്ല, ഒരുപാട് ഇതിന് നമുക്ക് നീട്ടിപ്പരത്തി എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ എഴുതുന്ന ആൻസർ മേ ബി വാല്യൂയിങ് അതോറിറ്റി ആൻസർ കീയിലുള്ള ആൻസർ തന്നെ ആയിരിക്കണം എന്നില്ല. മേ ബി മറ്റുള്ള ഒരു ടഫ് ഏരിയയിൽ നിന്ന് അതുപോലെ പരത്തി വായനയൊന്നും ഇല്ലാത്തൊരു സബ്ജക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് സ്പെസിഫിക് മാത്രമേ ഉണ്ടാവൂ. അതിന് പരത്തി വായന ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് വൊക്കാബുലറി തിയറി പാർട്ട് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മിക്കവാറും പഠിക്കുന്നതും അത് തന്നെയായിരിക്കും, എഴുതുന്നതും അത് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കേൾക്കുമ്പോൾ ഓക്കെ ഇത് കുഴപ്പമില്ല അറിയുന്നതാണെന്നുള്ള തോന്നലുണ്ടാവും. മേ ബി നമുക്ക് എഴുതുമ്പം അവരുടെ ആൻസർ കീഴിലുള്ള പോയിൻറ്റ്സ് നമുക്ക് കിട്ടണമെന്നില്ല. അതാണ് ഈ സിമ്പിളും ടഫും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് എടുത്താലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫോർമുലയോ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് അതിലുള്ള തിയറി ഭാഗങ്ങളും നമ്മൾ ഓർക്കേണ്ട ജസ്റ്റ് തിയറി ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് അറിയാം എന്നുള്ളൊരു തോന്നലുള്ളതും അറ്റ് ദ സെയിം ടൈം എഴുതുമ്പോൾ നമുക്ക് സെൻറ്റൻസ് വരാത്തതുമായ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ സെലക്ട് ചെയ്തത്. സോ ഡയറക്റ്റ്ലി മൂവ് ടു ദി ക്ലാസ്. So one of the most important objective of any statistical analysis is to get one value that describes the characteristics of the entire mass of data. Such value is called central value or an average. That is, every statistical analysis aims to find out one single value which describes the characteristics of the entire mass of data. Such value in the statistics is called by the name average. So come to the definition. An average is an attempt to find one single figure to describe the whole of figures as per in the definition given by Clark. So according to Clark, average is an attempt to find one single figure to describe the whole of figures. That definition itself clearly understands the meaning of the average. The next I move to the functions or objectives of an average. First one is that to get a single representative value from among the number of values. Then second one, to facilitate comparison. So in order to compare two or more classes of data by establishing a mathematical relationship between these classes. The next is that average helps in decision making. Then next, average helps to study the population from a sample. So these are the functions or objective. Then next is the very important, what are the requisites or what are the essential elements of a good average, or in order to call an average to be good, what are the essential elements to be possessed by such average. First one is that it is easy to understand and simple to calculate. Then it should be based on all the observation of the data. That is, an average should be a representative figure. The next one, it should be amenable to further algebraic treatment. The average value can be used for further algebraic treatment in further analysis also. For example, if I want to calculate the mean value at first, and by using this mean value I am going to calculate the coefficient of standard deviation, coefficient of mean deviation, etc. by using this mean. So it should be capable of further algebraic treatment. And next is that rigidly, the meaning of average should be rigidly defined, clearly defined. Then next, it should have sampling stability. So these are the important essential requirements of a good average, or essential requisites of a good average. Then next is that
what are the types of averages? They are arithmetic mean, median, mode, geometric mean and harmonic mean. And then I am not going to in detail about the meaning, features and everything about the types of averages. I want to pinpoint the important aspects. First one is that arithmetic mean. Then what are the mathematical properties of this arithmetic mean? First is that the sum of the deviations of an item from the mean taking signs into account is always 0. Symbolically, sigma x minus x bar is equal to 0. That is the sum of the deviation from the item, deviations of an item, that is the difference between each individual value in an observation from its average and find out its total. Its total is always 0. Symbolically, sigma x minus x bar is equal to 0. That is one of the important mathematical property of mean. Then next is that the sum of the squared deviations of an item from the mean is minimum. That is, if you want to calculate the difference between each individual value from the mean and find out its square, this summed amount is always a minimum value. That is less than the sum of the squared deviations of the item from any other value. Suppose നമ്മളിപ്പോൾ മീനിൽ നിന്നും ഓരോ ഇൻഡിവിജ്വൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് കണ്ട് അത് സ്ക്വയർ ചെയ്ത് അത് ടോട്ടൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ മിനിമം ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ മീനിന് പകരം വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ആണ് ആ സീരീസ് നമ്മൾ എടുത്തിട്ട് ആ വാല്യൂവും ഈച്ച് ഇൻഡിവിജ്വൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് അത് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന മിനിമം വാല്യൂവിനേക്കാളും മുകളിലൊരു വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞത്. Then next is that third property is that since you all know x bar is equal to sigma x by n, so by using this main equation we have to go for the another equation from this main equation. X bar is equal to sigma x by n, therefore n x bar is equal to sigma x. Number of items into mean is equal to total of x values. That is the third important mathematical property. The next average is that median. As its name indicates, median is the middle value in the distribution when the data are arranged either ascending or descending order of their magnitude. So remember, always bear in mind, if you are going to calculate the value of median, its value in each individual value in the question will be either arranged either ascending or descending order of their magnitude. Then take the middlemost item. That is, it is the middle value in the distribution when the data are arranged either ascending or descending order of their magnitude. Then next I am going to discuss about what are the mathematical properties of this median. That is, the sum of the deviations of an item from the median ignoring the signs is the least one. That is the sum of the deviations of an item from the median. That is the difference between each individual value in an observation from the median without taking into account the sign is the least amount. For example, 4, 6, 8, 10, 12 are the different values in a series, and these values are converted either ascending or descending order of their magnitude. After arranging either ascending or descending order, we have to calculate the middlemost item. That is, 8 will be the median of this question. So if you are going to calculate the difference between each individual value from this 8, that is 4 minus 8, 6 minus 8, 8 minus 8, 10 minus 8, 12 minus 8, etc., without ignoring the sign, then find out its total. It will be a least value, that is 12. This total is smaller than 1 obtained if deviations are taken from any other value. ഇനി 8 അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് നമ്മൾ ആ എടുത്ത വാല്യൂം ഈച്ച് ഇൻഡിവിജ്വൽ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടിട്ട് അത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ലീസ്റ്റ് എമൗണ്ട് ആയിരിക്കില്ല. അതാണ് മീഡിയൻ്റെ വേറൊരു മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി. The next third average is that mode. So the mode or model value is that value in a series of observation which occurs with the greatest frequency. അതായത് കൂടുതൽ തവണ
റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റം ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന വാല്യൂവിന് നേരെയുള്ള എക്സ് വാല്യൂ ഏതാണോ അതായിരിക്കും മോഡ് എന്ന് പറഞ്ഞാൽ. സോ ഇൻ ദ കേസ് ഓഫ് ഇൽ ഡിഫൈൻഡ് കേസസ് ദാറ്റ് ഇസ് വേർ ദ വാല്യൂ ഓഫ് മോഡ് ഇസ് ഇൽ ഡിഫൈൻഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഐറ്റം തന്നെ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പം 20 എന്ന് പറയുന്ന ഒരു ഐറ്റം, ഈ 20 എന്ന് പറയുന്ന ഒരു ഐറ്റം 4 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ 10 എന്ന് പറയുന്ന ഒരു ഐറ്റം 4 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മോഡിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടും ഇങ്ങനെ 4 തവണ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ 20 ആണോ 10 ആണോ മോഡൽ വാല്യൂ എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസാണ് ഇൽ ഡിഫൈൻഡ് കേസസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഇൽ ഡിഫൈൻഡ് കേസസിൽ നമ്മൾ മോഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതുപോലെയുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ള വാല്യൂ അല്ല, ഹയസ്റ്റ് തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ അല്ല. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ ആണ്. So this is about the mode. Then next, fourth average is that geometric mean. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, കൂടുതൽ പറയുന്നില്ല. പ്രോബ്ലം സൈഡൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ജോമെട്രിക് മീൻ. ജോമെട്രിക് മീൻ ഇസ് ദ മാത്തമാറ്റിക്കൽ ആവറേജ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ nth റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദോസ് n വാല്യൂസ്. n വാല്യൂസിൻ്റെ പ്രോഡക്റ്റിൻ്റെ റൂട്ട് ഫിഗർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ nth റൂട്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ദോസ് n വാല്യൂസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം 3 ഐറ്റം ഉണ്ടെന്ന് വിചാരിക്കുക, 10, 12, 13. അപ്പോൾ ഈ 3 ഐറ്റത്തിൻ്റെ മൾട്ടിപ്ലൈഡ് ഫിഗർ കാണാം, എന്നിട്ട് അതിൻ്റെ ക്യൂബ്ത്ത് റൂട്ട് കാണാം. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞത്. ദെൻ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ജോമെട്രിക് മീൻ? First one is that the product of the value of a series will remain unchanged when the value of geometric mean is substituted for each individual value. Once again, the product of the value of a series will remain unchanged when the value of geometric mean is substituted for each individual value. For example, the geometric mean for a series of 2, 4, 8. 2, 4, 8 are the 3 different values. Its geometric mean is 4. Geometric mean 4 ആണ്. So therefore we have 4 into 4 into 4, that is 16. I mean ഈ ക്വസ്റ്റ്യനിലെ 3 വാല്യൂവിൻ്റെ മൾട്ടിപ്ലൈഡ് ഫിഗർ 2 into 4 into 8. 2 into 4, 2 4s are 8. 8 into 2 into 4 into 8 gives 16. That is the once again the property is that the product of the value of a series will remain unchanged when the value of geometric mean is substituted for each individual value. For example, we have 3 values in a series 2, 4, 8. Its product is 2 into 4 into 8 is equal to 16, and this 16 amount will be same as that of, that is 2, 4, 8. The geometric mean of the value 2, 4, 8 is the 4, and this 4 into 4 into 4 is equal to 16 is similar to that of the multiplied figure of each individual value in a series. That is the first property, first and most property. Then next, what are the uses of geometric mean? That is, geometric mean is used to find average percentage increase in sales, production, etc. It is used to find average increase in sales or production. Then next very important is that geometric mean is considered to be the best average in the construction of index numbers. Why so? Geometric mean is considered to be the best average in the construction of index numbers. Why? Because it satisfies time reversal test and gives equal weight to equal ratio of change. Equal weight to equal ratio of change, and also it satisfies the time reversal test. So that is why geometric mean is considered to be the best average in the construction of index numbers. So this is all about geometric mean. Then next, last average, harmonic mean. It is based on the reciprocal of the numbers average. Based on the reciprocal of the numbers average, and therefore it is its definition as the reciprocal of the arithmetic mean of the reciprocal of the individual observation. Reciprocal of the arithmetic mean of the reciprocal of the individual observation. അങ്ങനെയാണെങ്കിൽ harmonic mean is equal to n divided by sigma 1 by x. X is the different values, its reciprocal will be 1 by x, and find out the total of
1 by x, that is sigma 1 by x, and this will be the denominator and the numerator will be the number of items n. So n divided by sigma 1 by x will give the value of harmonic mean. And just like geometric mean, what are the uses of harmonic mean? Harmonic mean is useful for computing the average rate of increase of profit, average rate of speed, average price, etc., and the average rate of speed in a journey, etc. So the main use behind the harmonic mean is to know the average speed, average price, etc. So to conclude, both arithmetic mean and geometric mean is a mathematical average, and the median is the positional average. From among the number of averages, arithmetic mean and geometric mean are the mathematical or algebraic averages, and the median is the positional average. So the measures of central tendency is over. Then next, measures of dispersion, which is another part of the module. Measures of dispersion. Measures of central tendency discussed earlier will give us an idea of the concentration of the values about the central part of the distribution. They provide only a representative value of the data. That is, measures of central tendency provide a representative part of the value of the data. We can't form a complete list about the distribution through the measures of central tendency or an average. So with the help of an average we can't complete about the entire distribution. So in most of the cases the individual value may vary widely from these averages. For example, 2, 4, 8, 10, 12 are the different items, and suppose its average will be 4. So when we are going to calculate the difference between 2, 4, difference between next item from the average, then next item from the average, അങ്ങനെ നമ്മൾ ഡിഫറൻസ് കാണുന്ന സമയത്ത് ആ ഡിഫറൻസിൻ്റെ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കുറച്ച് വൈഡ് ആയിരിക്കും. അതായത് in most of the cases each individual value from the average may vary widely from the average or scattered away from the average. അപ്പോൾ ആവറേജ് വാല്യൂ നിന്നും ഈച്ച് ഇൻഡിവിജ്വൽ വാല്യൂ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും, അത് സ്കാറ്റർ ചെയ്തുകൊണ്ടിരിക്കും, അത് വൈഡ് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ no average can adequately study this aspect of the data, namely the variation or scatter between individual value of a series. So ഇങ്ങനെയുള്ള സ്കാറ്റർനെസ് പഠിക്കാൻ ഒരു ആവറേജും നമുക്ക് ഒരു ആവറേജിലൂടെയും നമുക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെയുള്ള എത്രത്തോളം വേരിയേഷൻ, അതായത് ഈച്ച് ഇൻഡിവിജ്വൽ വാല്യൂവും മീനും തമ്മിൽ അല്ലെങ്കിൽ ആവറേജും തമ്മിൽ എത്രത്തോളം സ്കാറ്റർനെസ് ഉണ്ട്, വേരിയേഷൻസ് ഉണ്ട് എന്ന് കൃത്യമായി പഠിക്കാൻ ഒരു ആവറേജ് ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആ മെഷർ ഓഫ് variations or scatter between different individual values from the average. We have to make it use of measures of dispersion. That is, so no average can adequately study this aspect of data, namely variations or scatter between individual value of a series. For this purpose we need to use measures of dispersion. So why we are using measures of dispersion? I hope you all are understood. The next one, meaning or definition of dispersion. Dispersion is the measure of the variations of the item according to A.L. Bowley. According to A.L. Bowley, dispersion is the measure of the variation of item. Measure of the variation. That means ഓരോ ഇൻഡിവിജ്വൽ വാല്യൂവും അതിൻ്റെ ആവറേജും തമ്മിലുള്ള വേരിയേഷൻ ഡിഫറൻസ്, അതിൻ്റെ സ്കാറ്റർനെസ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് A.L. Bowley പറയുന്നു. Then next, what are the purpose or objectives or significance of measuring variation? For what purpose we are measuring the variation? Purpose or objectives or significance. First one is that to test the reliability of an average. To test the reliability of an average. The next, to compare the variability of two or more series. If we have two or more series, then to compare the variability of these two or more series, we can directly use measures of dispersion. The next one is that to serve as a basis for the control of variation. Next is that to serve as a basis for
control of variation. That is, if there is any wide variation or scatter between different individual values from the average, so in order to make a control over such variation, we may make it use of measures of dispersion. So these are the three important purpose or objective or significance of measuring variation. I hope you all are clear. The next is that what are the mathematical properties of a good measure of variation. First one is that just like measures of central tendency, here also many mathematical properties. First one is that rigidly defined, then based on all the items of a series, and it should be amenable for further algebraic treatment, and it should have sampling stability, and the measures of dispersion should not be unduly affected by the extreme item. It should not be unduly affected by the extreme items. So these are the properties or mathematical properties of a good measure of variation. Then next I move to the methods of studying variation. Generally, the methods of studying variations may be grouped into two. They are absolute measures and their relative. Next is relative measure. Then what do you mean by absolute measure and what do you mean by relative measure? Absolute measure are expressed in the same statistical units in which the original data are given. അതായത് നമ്മൾ ഒറിജിനൽ ഡാറ്റ ഏതിൻ്റെ യൂണിറ്റിലാണോ തന്നത് അതേ യൂണിറ്റിൽ തന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും, അത് ഇൻ്റർപ്രറ്റ് ചെയ്യും ചെയ്യുന്നതാണ് ആബ്സലൂട്ട് മെഷർ എന്ന് പറഞ്ഞാൽ. അതായത് ഫോർ എക്സാമ്പിൾ റുപ്പി, കറൻസിൻ്റെ കേസിലാണെങ്കിൽ റുപ്പി, ദെൻ അതുപോലെയുള്ള ഇതിൻ്റെ കേസിലാണെങ്കിൽ അതായത് ലിക്വിഡ് അല്ലാത്ത തരം ഐറ്റത്തിൻ്റെ കേസിലാണെങ്കിൽ കിലോഗ്രാം, ലിക്വിഡ് ആയതാണെങ്കിൽ ലിറ്റർ, ടൺസ് എക്സെട്ര. അപ്പോൾ അത് നമ്മൾ ഏത് യൂണിറ്റിലാണോ ഡാറ്റ ഉള്ളത് അതേ യൂണിറ്റിൽ തന്നെ നമ്മൾ ഇപ്പോൾ അതിനെ കളക്ട് ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ആബ്സലൂട്ട് മെഷർ എന്ന് പറഞ്ഞാൽ. വേറാസ് റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ടു ആൻ അപ്രോപ്രിയേറ്റ് ആവറേജ് ഫ്രം വിച്ച് ഡീവിയേഷൻസ് വർ മെഷേർഡ്. റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആബ്സലൂട്ട് മെഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് റിലേറ്റീവ് മെഷർ. അപ്പോൾ റിലേറ്റീവ് മെഷർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ആബ്സലൂട്ട് മെഷറിലുള്ള വാല്യൂ അറിഞ്ഞിരിക്കണം. So in broadly the methods of studying variations are grouped into two. They are absolute measure and relative measure. And ഈ absolute measure relative measureും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആബ്സലൂട്ട് മെഷറിൽ നമ്മൾ ഡാറ്റ ഏത് രീതിയിലാണ് ഒറിജിൻ ചെയ്തത് അതേ രീതിയിൽ തന്നെ നമ്മൾ ഡാറ്റനെ അനലൈസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളൊന്നും തന്നെ ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ആൾജിബ്രിക് ട്രീറ്റ്മെൻ്റ് ഒന്നും നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നില്ല. വേറാസ് റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി കളക്ട് ചെയ്യുന്ന ഡാറ്റേൻ്റെ അതേ യൂണിറ്റിലല്ല ചെയ്യുന്നത്, അതിനെ നമ്മൾ റിലേറ്റീവ് മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആബ്സലൂട്ട് മെഷറിനെ റിലേറ്റീവ് മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആബ്സലൂട്ട് മെഷറിലൂടെ കളക്ട് ചെയ്ത ഡാറ്റാസ് നമുക്ക് കമ്പാരിസൺ പർപ്പസിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. വേറെ നമ്മൾ കമ്പാരിസൺ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നമ്മൾ എല്ലാ ആബ്സലൂട്ട് മെഷറിനെയും നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്, റിലേറ്റീവ് മെഷറിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡാറ്റനെ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം, ആബ്സലൂട്ട് മെഷേഴ്സ് ഓഫ് ഡാറ്റ വേണം. അപ്പോൾ ഇവിടുത്തെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഈ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ക്യു ഡി, മീൻ ഡീവിയേഷൻ, എം ഡി, എസ് ഡി മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ അതിൻ്റെ ആബ്സലൂട്ട് മെഷറും. ഇതിൻ്റെ റിലേറ്റീവ് മെഷർ എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുന്നത് ദാറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദീസ് ആർ ദ റിലേറ്റീവ് മെഷേഴ്സ്. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ പർപ്പസിന് ഉപയോഗിക്കുന്ന നമ്മൾ ഇത്തരത്തിലുള്ള റിലേറ്റീവ് മെഷറാണ് കമ്പാരിസൺ പർപ്പസിന് ഉപയോഗിക്കുന്നത്. വേറെ ആബ്സലൂട്ട് മെഷർ നമ്മൾ എന്തിനും ഉപയോഗിക്കുന്നില്ല, കമ്പാരിസൺ പർപ്പസിന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസിയിൽ സ്പീഡിൽ പറഞ്ഞു പോയ പോലെ മീൻ, മീഡിയൻ, മോഡ് സ്പീഡിൽ പറഞ്ഞു പോയ ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്സ് സ്പീഡിൽ പറഞ്ഞു പോകാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സീരീസിൻ്റെ ഹയസ്റ്റ് എലമെൻറ്റിൽ നിന്ന് ലോവസ്റ്റ് എലമെൻറ്റിൻ്റെ വാല്യൂ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ്. അത് അതിൻ്റെ ആബ്സലൂട്ട് മെഷറാണ്. അതിൻ്റെ റിലേറ്റീവ് മെഷറിലേക്ക് വരുമ്പോൾ അത് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആവും. അപ്പോൾ അതിൻ്റെ ഫോർമുല ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡ് ബൈ ഹയസ്റ്റ് value plus lowest value, symbolically h minus l divided by h plus l. Then quartile deviation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is defined as the half the distance between third and first quartile. Half the difference between third and first quartile, that is we have to calculate the difference between third and first quartile and find out its half value. This will be the quartile deviation. For equation, quartile deviation is equal to q3 minus q1 divided by 2.
where Q3 minus Q1 is the interquartile range. Interquartile, what do you mean by interquartile range? The differences between third quartile and first quartile will be the interquartile range. The next mean deviation, MD. It is the arithmetic mean of the deviations of all the items in a series from the average, counting all such deviations as positive. That is, it is the arithmetic mean of the deviations of all the items in a series from the average, counting all such deviations are positive. So its formula will be mean deviation is equal to sigma d modulus divided by n. Sigma d modulus divided by n, and its coefficient of mean deviation will be mean deviation divided by its coefficient will be mean deviation divided by mean, or mean deviation divided by median, or mean deviation divided by mode, etc. The next, standard deviation. It was introduced by Carl Pearson in 1823, and this standard deviation is widely used measure of studying dispersion. From among the number of measures like range, QD and MD, SD is the very important measure of studying dispersion. Why so? Because it satisfies most of the properties of a good measure of dispersion. ഒരു നല്ല measure of dispersion വേണ്ട എല്ലാ ഗുണങ്ങളും SD ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയാം? It is the widely used dispersion technique ആണെങ്കിൽ പറയാം. And it is otherwise known as root mean square deviation. Standard deviation is otherwise known as root mean square deviation. Why so? Because for the reasons that it is the square root of the mean of the squared deviation from the mean. Once again, standard deviation is the square root of the mean of the squared deviations from the x bar. So what are the mathematical properties of this standard deviation? First is that standard deviation for a set of equal values is 0. If we have a series of equal values, its SD will be always 0. Then second one is that SD is not affected by change in origin. SD is not affected by change in origin. Then third one is that the standard deviation is computed from the mean, since some of the squares of the deviation taken from this mean is always a least value. നമ്മൾ മീനിൻ്റെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടിയിൽ പറഞ്ഞ അതേ പ്രോപ്പർട്ടി എസ് ഡിയിലുണ്ട്. കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ് ഫ്രം ദ മീനിൽ നിന്നാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് മീനിൻ്റെ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഇതിനുണ്ട്, എസ് ഡിക്കും ഉണ്ട്. The next feature is that for a symmetrical distribution, what do you mean by symmetrical distribution? It's a distribution where the values of mean, median, mode are coincide, or these three values are equal. In that situation, symmetrical situation, range is equal to 6 into standard deviation. Standard deviation 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഞ്ച് കിട്ടും. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ 2/3 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടൈൽ ഡീവിയേഷൻ കിട്ടും. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ 4/5 കണ്ടുപിടിച്ചാൽ നമുക്ക് മെയിൻ ഡീവിയേഷൻ കിട്ടും. ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത റേഞ്ച് കിട്ടി. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ 2/3 പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ QD കിട്ടി. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ 4/5 പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ MD കിട്ടി. ദ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കൂടെ നമ്മൾ തന്നെ ഓർക്കേണ്ട വേറൊരു കാര്യമാണ് വാരിയൻസ് എന്ന് പറയുന്നത്. ഈ വാരിയൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഡബിൾ ഫിഗറാണ്. സോ വാരിയൻസ് ഇസ് ദ സ്ക്വയർ ഓഫ് ദ SD, which is described by R.F. Fisher in 1913. Variance is described by Professor R.F. Fisher in 1913. So variance is equal to SD square, and therefore SD is equal to root variance. So in order to study the measures of dispersion, we have a graphical method. That method is known as Lorentz curve. Then what do you mean by Lorentz curve? The Lorentz curve devised by Max O. Lorentz. He is a famous economic statistician. According to him, that is, the Lorentz curve is a graphical method of studying dispersion. Lorentz curve is the graphical method of studying dispersion. The curve was used by him for the first time to measure the distribution of wealth and income. അതായത് ഈ ലോറൻസ് എന്ന് പറയുന്ന ആൾ ഫസ്റ്റ് ടൈമിൽ വെൽത്തും ഇൻകവും തമ്മിലുള്ള
ഡിസ്ട്രിബ്യൂഷനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ലോറൻസ് കർവ് ഉപയോഗിച്ചത്. ബട്ട് നൗ എ ഡേയ്സ് ദി കർവ് ഈസ് ഓൾസോ യൂസ് ടു സ്റ്റഡി ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അതുപോലെ വേജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, സെയിൽസ് ഡിഫറെൻറ്റ് മന്ത്സിലേക്ക് എൻ്റെ സെയിൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, അതുപോലെ ഇൻകം ആൻഡ് വെൽത്തിൻ്റെ ഇനീക്വാലിറ്റീസ് സ്റ്റഡി ചെയ്യാനൊക്കെ നമ്മൾ ഇപ്പം ഈ ലോറൻസ് കർവ് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇൻ ഷോർട്ട്, ലോറൻസ് കർവ് is a graphical method of studying dispersion, and it was used by him for the first time in order to measure the distribution of wealth and income. So to conclude, both measures of central tendency and measures of dispersions are considered as the most important averages to be used by the statistician in order to make a statistical analysis about different values or different classes of data. I hope you all are clear with my explanation. Thank you.